കൊച്ചി നഗരത്തിലെ നടപ്പാതകളുടെ അവസ്ഥ എന്തെന്ന് ഹൈക്കോടതി മറുപടി അറിയിക്കാൻ KMRL സാവകാശം തേടി. പാലാരിവട്ടത്ത് വഴിയാത്രക്കാരിയുടെ കാൽ സ്ലാബിനുള്ളിൽ കുടുങ്ങിയതുപോലുള്ള സംഭവം ആവർത്തിക്കരുതെന്ന് കോടതി താക്കീത് നൽകി. റോഡുകളുടെ ശോചനീയാവസ്ഥ സംബന്ധിച്ച ഹർജി 10 ദിവസത്തിന് ശേഷം വീണ്ടും പരിഗണിക്കും. ശ്രീകാന്ത് വിവരങ്ങളുമായി. ശ്രീകാന്ത്, ഏത് സാഹചര്യത്തിലാണ് കോടതി ഇങ്ങനെയൊരു ചോദ്യം ചോദിച്ചതും ഇങ്ങനെയൊരു ഉത്തരവ് പുറപ്പെടുവിച്ചതും ശോചനീയാവസ്ഥ സംബന്ധിച്ച കാര്യം അറിയിക്കണമെന്നത്? വിവിധ കേസുകൾ ഈ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി പരിഗണനയിലുണ്ട്. അതിന്മേൽ ഇന്ന് വാദം നടക്കുമ്പോഴാണ് കോടതി ഈ പാലാരിവട്ടത്ത് സ്ലാബിനിടയിൽ കാൽ കുടുങ്ങിയ വഴിയാത്രക്കാരിയുടെ വിഷയം കോടതി എടുത്തിട്ടത്. ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുതെന്ന് കോടതി മുന്നറിയിപ്പ് നൽകി. പിന്നീട് കടന്നത് ഈ വെള്ളക്കെട്ടിലേക്കാണ്. കൊച്ചി നഗരത്തിലെ നടപ്പാതകളുടെ സ്ഥിതി എന്തെന്ന് അറിയിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകി. നടപ്പാത നവീകരണവുമായി ബന്ധപ്പെട്ട് KMRL ഈ വിശദീകരണം നൽകേണ്ടത്. ഒപ്പം ജില്ലാ കളക്ടറും ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകാൻ കോടതി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. റോഡുകളുടെ ശോചനീയാവസ്ഥ സംബന്ധിച്ച് 10 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം PWDക്ക് ഹൈക്കോടതി നൽകുകയും ചെയ്തു. കാരണം ഈ വെള്ളക്കെട്ടിൽ പല റോഡും നശിച്ചിട്ടുണ്ട്. അത് പുനർനിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് റിപ്പോർട്ട് നൽകേണ്ടത്. അത് മാത്രമല്ല, P&D കോളനിയിൽ ഈ അടുത്താണ് P&D കോളനി നിവാസികളെ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റിയത്. അത് ചോർന്നൊലിക്കുന്നതിനെ കോടതി പരിഹസിക്കുകയും ചെയ്തു. കോടതി പറഞ്ഞത് ഷവർ ബിൽഡിംഗ് എന്ന വാക്കുപയോഗിച്ചാണ് പരിഹാസം നടത്തിയിട്ടുള്ളത് കോടതി. അതാണ് കോടതി റോഡുകളുടെ ശോചനീയാവസ്ഥ, കൊച്ചിയിലെ റോഡുകളുടെ ശോചനീയാവസ്ഥയെക്കുറിച്ചുള്ള റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുള്ളത്.